ഇത് രാവിലെ മാഞ്ചോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത നമ്മുടെ ചപ്പിക്കുടിയൻ അല്ലെ ഊറിക്കുടിക്കുന്ന മാങ്ങ എന്നൊക്കെ പറയുന്നത് ഊറിക്കുടിയൻ. നല്ല ടേസ്റ്റുള്ള മാങ്ങ. നമുക്ക് ഇതുപോലെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ജ്യൂസായിട്ട് കഴിക്കാം. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. കുട്ടികളുടെ നമ്മുടെ നൊസ്റ്റു ആണ് ഇത്. നൊസ്റ്റാൾജിയ ഇങ്ങനെ ഒഴുകുക. ഇത് നമ്മുടെ ശർക്കര കടിക്കാച്ചി മാങ്ങ, നല്ല രുചിയുള്ള മാങ്ങ. നമ്മുടെ തത്തച്ചുണ്ടൻ മാങ്ങ, തത്തയുടെ ചുണ്ട് പോലുള്ള നല്ല രുചിയുള്ള മാങ്ങ. ചിലതിൽ പുഴു ഉണ്ടാവും, എന്നാലും നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. ഇത് കർപ്പൂരത്തിന്റെ മണമില്ല, കർപ്പൂര മാങ്ങ, പോളച്ചിട മാങ്ങ എന്നൊക്കെ അറിയപ്പെടും. നമ്മുടെ നല്ല ടേസ്റ്റുള്ള പ്രിയൂർ മാങ്ങ. ഇവിടെ ചിലപ്പോൾ പേരക്ക മാങ്ങ എന്നൊക്കെ ആൾക്കാർ പറയുന്ന കേൾക്കാം. ഈ മാങ്ങയുടെ പേരറിയത്തില്ല, നല്ല ടേസ്റ്റുള്ള മാങ്ങയാണിത്. അരിപ്പാടുള്ള രാജച്ചേട്ടൻ, വേണുഗോപാൽ ചേട്ടൻ, പിന്നെ എടത്തുവായുള്ള വൈശാഖൻ, പള്ളിപ്പാടുള്ള സുരേഷ് ചേട്ടൻ, ഇങ്ങനെ ഒത്തിരി പേരാണ് നമുക്ക് മാങ്ങ കൊണ്ട് തന്നിട്ടുള്ളത്. ഇതുപോലെ ഈ നാട്ടിലെ പല ആൾക്കാർ, ഇപ്പോൾ രാജച്ചേട്ടൻ രാവിലെ മാങ്ങ നമുക്കിവിടെ കൊണ്ടുതന്നതാണ്. അതുപോലെ സുരേഷ് ചേട്ടൻ, അങ്ങനെ പേരറിയാത്ത കുറേ ഇനം മാങ്ങകൾ, ചിലത് ഊറിക്കുടിക്കുന്നതാവാം, ചിലത് നമുക്ക് കട്ട് ചെയ്ത് കഴിക്കുന്നതാവാം, അതൊക്കെ ഇവിടെ കൊണ്ടുവരും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് വിചാരിച്ചാൽ നമ്മുടെ ഇവിടുത്തെ നാട്ടുകാർക്ക് ഈ എല്ലാ മാങ്ങയുടെ രുചി അറിയാൻ പറ്റും എന്നുള്ളതാണ്. എല്ലാവർക്കും അത് ഷെയർ ചെയ്യപ്പെടും എന്നുള്ളതും വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഈ നാട്ടുമാങ്ങകളുടെ രുചി അറിഞ്ഞുകൊണ്ട് ഈ മാമ്പഴക്കാലം നുകരാം. എല്ലാവർക്കും നല്ലൊരു മാമ്പഴക്കാല ആശംസ.